വിവാഹം സംബന്ധിച്ച് വിവരങ്ങൾ തേടി പോലീസ്. നടി മഞ്ജു വാര്യർക്ക് മുൻപ് ദിലീപ് വിവാഹിതനായിരുന്നു. അകന്ന ബന്ധുവായ യുവതിയാണ് ദിലീപിന്റെ ആദ്യ ഭാര്യയെന്ന് പോലീസ് പറഞ്ഞു. ആലുവ ദേശം രജിസ്റ്റർ ഓഫീസിലാണ് വിവാഹം രജിസ്റ്റർ ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് മിമിക്രി താരം അബിയിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തു. രേഖകൾ കണ്ടെത്താൻ ശ്രമം തുടരുകയാണ്. കുപ്രസിദ്ധ മൊബൈൽ ഗെയിം ബ്ലൂ വെയിൽ കേരളത്തിൽ 2000-ലധികം പേർ ഡൗൺലോഡ് ചെയ്തതായി പോലീസ്. കഴിഞ്ഞ മാസം പാലക്കാട്ടെ 4 കുട്ടികൾ KSRTC ബസ്സിൽ ചാവക്കാട് കടൽ കാണാൻ പോയത് ഗെയിമിന്റെ സ്വാധീനത്തിലാണെന്ന് സംശയിക്കുന്നു. രക്ഷിതാക്കൾ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ കുട്ടികൾ ഈ ഗെയിം കളിച്ചിരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഗെയിം സംസ്ഥാനത്ത് പ്രചരിപ്പിക്കുന്നത് ഓൺലൈൻ സൈറ്റുകളിൽ പരസ്യം നൽകുന്ന ഏജൻസികളാണെന്ന് പുതിയ കണ്ടെത്തൽ. ഇത് സംബന്ധിച്ച വിവരങ്ങൾ കൈമാറാൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. രക്ഷിതാക്കൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകി. കളിക്കുന്നവരെ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്ന ഗെയിം ഒട്ടേറെ രാജ്യങ്ങളിൽ നിരോധിച്ചിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളിലായി 530 പേർ ഇത്തരത്തിൽ ജീവനൊടുക്കിയതായാണ് റിപ്പോർട്ട്. നടൻ ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ഡി സിനിമാസ് തിയേറ്റർ സമുച്ചയത്തിന്റെ നിർമ്മാണ അനുമതികൾ ചർച്ച ചെയ്യാൻ ചാലക്കുടി നഗരസഭയിൽ ഇന്ന് പ്രത്യേക കൗൺസിൽ. താലൂക്ക് സർവേയുടെ സ്കെച്ച് ഇല്ലാതെ സിനിമാ തിയേറ്റർ നിർമ്മാണത്തിന് അനുമതി നൽകിയതിൽ ചട്ടലംഘനവുമുണ്ടെന്നാണ് ആരോപണം. ഡി സിനിമാസിന് നിർമ്മാണ അനുമതി കൊടുത്തതിനെ ചൊല്ലി ചാലക്കുടി നഗരസഭയിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾക്കിടയിൽ തമ്മിലടി രൂക്ഷമാണ്. ചട്ടലംഘനങ്ങളുടെ ഉത്തരവാദിത്തം പരസ്പരം തലയിൽ കെട്ടിവെക്കാനാണ് ഇരുപക്ഷത്തിന്റെയും ശ്രമം. ഇടതുമുന്നണിയാണ് നഗരസഭ ഭരിക്കുന്നത്. 8ാം തരം വരെയുള്ള വിദ്യാർത്ഥികളെ കൂട്ടത്തോടെ ജയിപ്പിക്കുന്ന രീതി അവസാനിപ്പിക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. 5ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും മിനിമം മാർക്ക് നേടാനായില്ലെങ്കിൽ ഇനി തോൽവി അറിയും. കുട്ടികളുടെ നിർബന്ധിത വിദ്യാഭ്യാസ അവകാശത്തിനുള്ള ബിൽ ഭേദഗതി വരുത്താനുള്ള ശുപാർശകൾ കേന്ദ്ര മന്ത്രിസഭ തീരുമാനിച്ചു. ഇതുപ്രകാരം 5ാം തരത്തിലും 8ാം തരത്തിലും പഠന നിലവാരം തീരെ മോശമായവരെ തോൽപ്പിക്കാം. പക്ഷേ ഇവർക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കടന്നുകൂടാൻ ഒരവസരം കൂടി നൽകും. ഇതിനായി തോറ്റവർക്കായി 2ാമതൊരു പരീക്ഷ കൂടി നടത്തും. അതിലും കടന്നുകൂടാനായില്ലെങ്കിൽ തോൽവിയാകും ഫലം. ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മർ സ്പാനിഷ് ക്ലബ് ബാർസലോണ വിട്ടു. നിലവിലെ റെക്കോർഡായ 19.8 കോടി പൗണ്ട് ഏകദേശം 1667 കോടി രൂപയ്ക്കാണ് നെയ്മർ ഫ്രഞ്ച് ക്ലബായ പാരീസ് സെന്റ് ജർമ്മനിലേക്ക് പോകുന്നത്. അച്ഛനും ഏജന്റിനുമൊപ്പം എത്തിയ നെയ്മർ ബുധനാഴ്ച ട്രാൻസ്ഫർ ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് ബാർസലോണ അധികൃതർ പറഞ്ഞു.